എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 9th സ്പർശ് എന്ന ബുക്കിലെ കാവ്യഖണ്ഡിലെ 11ാമത്തെ ചാപ്റ്ററായ ഗീത് അഗീതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറാണ്. ഇതിൻ്റെ ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട്, കേൾക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. नदी के किनारे से कुछ कहते हुए बह जाने पर गुलाब क्या सोच रहा है, इससे संबंध पंक्तियों के लिखिए. നമ്മൾ പഠിച്ചു രാമധാരി സിംഗ് ദിൻകർ പ്രകൃതി ഭംഗിയെക്കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, ക്വസ്റ്റ്യൻ എന്താണ്? നദി കെ കിനാരെ സെ കുച്ച് കാത്തെ ഹുയെ, ഒഴുകിക്കൊണ്ട് വെള്ളം ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ ആ നദിയുടെ പുഴയിൽ അരികത്ത് നിൽക്കുന്ന ഗുലാബ് എന്താണ് പറയുന്നത്? ആ റോസാച്ചെടിയോട് എന്താണ് സോച്ച് രഹാഹ്യ, റോസാച്ചെടി എന്താണ് ചിന്തിക്കുന്നത്? ഇസസെ സംബന്ധ് പങ്ക്തിയൊക്കെ ലിഖിയെ, അതിനെക്കുറിച്ച് എഴുതാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. നദി അപ്നാ വിരഹ ഗീത് കിനാരോ കോ സുനാത്തി ഹുയി തേസി സെ ബഹത്തി ജാ രഹി ഹെ. നദി എന്താണ് തൻ്റെ ആ വിരഹഗീതം നദിയുടെ തീരത്ത് എന്തൊക്കെയാണോ നിൽക്കുന്നത് അവരെയൊക്കെ കേൾപ്പിച്ചുകൊണ്ട് പാട്ട് പാടി ഇങ്ങനെ ഒഴുകി പോവുകയാണ്. ഉസെ ദേഖ് കർ ഏസാ ലഗ്താ ഹേ കി വ സാഗർ സെ മിലാനെ കെ ലിയെ ബരേ. അപ്പോൾ കവി പറയുന്നത്, അത് കണ്ടപ്പോൾ കവിക്ക് എന്താണ് തോന്നിയത്? അത് സാഗർ കടലിലേക്ക് കൂടിച്ചേരാനായിട്ട് ഒഴുകുന്നതായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. യഹ് സബ് ദേഖ്കർ നദി കെ തട് പർ ഗഡെ ഗുലാബ് സോത്താ ഹേ കി. ഇതെല്ലാം കണ്ടുകൊണ്ട് നദിയുടെ അടുത്ത് അല്ലെങ്കിൽ നദിയുടെ അരികത്ത്, തടെന്ന് പറഞ്ഞാൽ തീരത്ത് ഗഡെ നിൽക്കുന്ന ഗുലാബ് സോസ്താ ഹേ കി, ആ റോസാപ്പൂ ചിന്തിക്കുകയാണ്. യദി ഈശ്വർ ഉസെ ആവാസ് ദിയേ ഹോത്തേത്തോ, ഈശ്വരൻ തനിക്ക് സൗണ്ട് തന്നിരുന്നെങ്കിൽ, ആവാസ് എന്ന് പറഞ്ഞാൽ സൗണ്ട്, സ്വരം തന്നിരുന്നെങ്കിൽ, വബി അപ്പനെ മൻ കി ഗീത് ഇസ് ജഗത്തുക്കോ സുനാത്തി, അവനും ആ ഗുലാബിൻ്റെ മനസ്സിൽ എന്താണോ ഉണ്ടായിരുന്ന ആഗ്രഹം അതെല്ലാം ഞാനും ഈ ലോകത്തിലേക്ക് കേൾപ്പിച്ചു കൊടുത്തതിന് എന്നാണ് ആര് പറയുന്നത്? ലേഖകൻ പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ജബ് ശുഗ് ഗാത്താ ഹേ തോ ശുഗി കെ ഹൃദയ പർ ക്യാ പ്രഭാവ് പഡ്താ ഹേ. ശുഗ് ഗാത്താ ഹേ, അപ്പോൾ പിന്നെ നമ്മൾ പഠിച്ചെന്താണ്? ശുഗ് എന്ന് പറഞ്ഞാൽ തത്ത. ശുഗ് പാട്ട് പാടുമ്പോൾ ശുഗിയുടെ ഹൃദയത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്? സ്നേഹ പ്രകട് കർണേക്കയില് ശുഗ് ഗാത്താ ഹേ, സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ശുഗ് പാട്ട് പാടുന്നു. ഉസ്കെ ഗീത് കി ഗോഞ്ച് പൂരെ വൻ സുനായി ദേത്തി ഹേ, ആ ശുഗത്തിൻ്റെ, ആ തത്തയുടെ പാട്ട് വനത്തിൽ മുഴുവനും ഇങ്ങനെ പ്രതിധ്വനിച്ചു കൊണ്ടിരിക്കുകയാണ്. ശുഗുക്ക ഗീത് ശുഗിക്ക് ഹൃദയക്കോ ചൂലെത്തിഹേ. അപ്പോൾ ഈ അമ്മ തത്തയുടെ പാട്ട് എന്താണ്? ആൺതത്തയുടെ പാട്ട് ശുഗിയുടെ അമ്മ തത്തയ്ക്ക് അത് ഹൃദയത്തെ വല്ലാണ്ട് ആകർഷിക്കുന്നു. ശുഗിക്ക് പ്രേമ ഓർ സ്നേഹസെ ആകർഷ്ട് ഹോ ജാത്തി ഹേ. അപ്പോൾ തത്തകൾ മനസ്സ് തമ്മിൽ ആകൃഷ്ടമാകുന്നു. ലേക്കിൻ ഉസ് സ്നേഹക്കോ പ്രകട് കർണേക്കയില്, പക്ഷേ ആ സ്നേഹത്തിനെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉസ്കെ പാസ് കോയി ശബ്ദ ന ഹോനെ കെ കാരൻ വ ചുപ് രഹി ജാത്തി ഹെ. പക്ഷേ ആ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് എന്താണ്? സൗണ്ടില്ല, വാക്കുകളില്ല. അതുകൊണ്ട് അത് മിണ്ടാതെ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പ്രേമി ജബ് ഗീത് ഗാത്താ ഹേ തബ് പ്രേമിക കി ക്യാ ഇച്ഛ ഹോത്തി ഹേ. അപ്പോൾ പ്രേമി ജബ് ഗീത് ഗാത്താ ഹേ, ലാസ്റ്റ് ഇതിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ഫസ്റ്റ് പ്രേമി പാട്ട് പാടുമ്പോൾ പ്രേമികയുടെ മനസ്സിൽ എന്ത് ആഗ്രഹമാണ് ഉണ്ടാകുന്നത്? പ്രേമി ജബ് ശൃംഗാർ രസ് വാലെ ഗീതോ കോ ഗാത്താ ഹേ തബ് പ്രേമിക ഘർ സെ ബാഹർ ആ ജാത്തി ഹേ. ശൃംഗാര രസത്തോടുകൂടി പ്രേമി പാട്ട് പാടുമ്പോൾ ഇത് കേട്ടുകൊണ്ട് പ്രേമിക എന്ത് ചെയ്യുന്നു? വീട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നു. വह नीम के पेड़ के छाया में चुपचाप गिड़े होकर प्रेमी के गीतों को ध्यान से सुनकर, അവൻ ആ ആര്യവേപ്പിൻ്റെ മരത്തിൻ്റെ ഷെയ്ഡിൽ നിന്നുകൊണ്ട് ചുപ്ചാപ്പ്, അതായത് മിണ്ടാതെ നിന്നുകൊണ്ട് പ്രേമിക്ക് ഗീതോക്കോ ധ്യാൻ സെ സുൻകർ, തൻ്റെ പ്രേമിയുടെ പാട്ട് വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ട് സോസ്തി ഹേക്ക് ചിന്തിക്കുന്നു. മേ ഉസ്കെ ഗീതോ കി പങ്ക്തിയാം ക്യോ നഹി ബൻ പായേ, ഞാൻ എന്തുകൊണ്ട് ആ പ്രേമിയുടെ പാട്ടുകളുടെ ലൈൻസ് ആ വരികളായി തീർന്നില്ല എന്ന് പ്രേമി ആലോചിക്കുകയാണ്.
प्रथम चंद नेक्स्ट क्वेश्चन എന്താണ് प्रथम चंद में वर्णित प्रकृति का चित्रण को लिखिए ഫസ്റ്റ് ചന്ദിൽ വർണ്ണിച്ചിരിക്കുന്ന ആ പ്രകൃതി ഭംഗിയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. എന്താണ് ആൻസർ? പ്രഥം ചന്ദ് മേ കവിനെ പ്രകൃതി കാ ചിത്രം കർത്തേ ഹുയെ കഹത്തെ ഹെ. ആ ഫസ്റ്റ് ചന്ദിൽ കവി പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ട് പറയാണ് ജംഗൽ കെ സുൻസാൻ വാതാവരൺ മേ ജംഗൽ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ്, കാട്ടിലെ സുൻസാൻ എന്ന് പറഞ്ഞാൽ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ വാതാവരൺ മേ തീവ്രഗതി സെ ബഹത്തി ഹുയി വളരെ ശക്തിയോടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദി മാനോ തടസ്സെ പിജടനേക്ക് വെദാ കഹക്കർ. അപ്പോൾ ആ നദി എന്താണ്, ആ നദിയുടെ തീരത്ത് നിന്നും ഇനി കടലിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ തീരത്തിനെ എന്താ ബിജടനെന്ന് പറഞ്ഞാൽ തീരം നഷ്ടപ്പെട്ടു പോവുക. അപ്പോൾ അതിൻ്റെ ആ വ്യത, ആ ഒരു വിഷമം കഹക്കർ ബിജടനേക്ക് വ്യത എന്ന് പറഞ്ഞാൽ നദിയെ ആരോ ഉപേക്ഷിച്ച് പോയി, അല്ലെങ്കിൽ നദിക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ട്, അതെല്ലാം ആരോടാണ് പറയുന്നത്? ആ തീരത്തിനോട് പറഞ്ഞുകൊണ്ട്, തൻ്റെ ആ വിഷമം പറഞ്ഞുകൊണ്ട് അപ്പൻ അതിൽ ഹൽക്കാ കർ ജാത്തി എന്ന്, ആ തീരത്തിനോട് തൻ്റെ വിഷമങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ആ വിഷമങ്ങൾ ഹൽക്ക എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ച് ശമിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒഴുകിപ്പോകുന്നു എന്നാണ് ആ പ്രകൃതി ഭംഗിയെക്കുറിച്ച് ഫസ്റ്റ് ചന്ദിൽ പറയുന്നത്. ഇനി എന്താണ്? मगर वही तट पर चुपचाप गुलाब पौधा जैसे किसी सोच में चिंतामग्न प्रतीत होता है. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് ഗുലാബ് എന്താണ്, ഗുലാബ് പൗധ എന്ന് പറഞ്ഞാൽ ഒരു ചെടി, പൗധ എന്ന് പറഞ്ഞാൽ ചെടി, ആ ഗുലാബ് പൗധ ചെടി എങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മഗ്ന പ്രതീത് പോത്ത ചിന്താമഗ്ന, എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് മിണ്ടാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് ആ തീരത്ത് നിൽക്കുന്ന ഒന്നും. അതാണ് പ്രകൃതി ഭംഗിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പ്രകൃതി കെ സാത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രകൃതി കെ സാത്ത് പശുപക്ഷിയോ കെ സംബന്ധ കി വ്യാഖ്യ കീജിയെ. പ്രകൃതിയോടൊപ്പം തന്നെ ഇനി പശുപക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ്, ആനിമൽസും ഇതിലെങ്ങനെയാണ് അവരും എങ്ങനെയാണ് ഇതെല്ലാം ആസ്വദിക്കുന്നതെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻസർ എന്താണ്? പ്രകൃതിക്ക് സുന്ദരത പശുപക്ഷിയോക്കോ ആകൽ കർതെത്തിയെ. പ്രകൃതിയുടെ ആ ഒരു ഭംഗി പശുപക്ഷികളെയും ആനിമൽസിനെയും എന്താണ് വളരെയധികം ആകർഷിക്കുന്നു. ആകുൽ കർതെത്തിക്കുക എന്ന് പറഞ്ഞാൽ ആകർഷിക്കുക. പ്രകൃതിക്ക് സുന്ദരത ഉനെ ഗുൻഗുനാനെ അവർ ചഹചഹാനെ കെ ലിയെ വിവശ് കർതെത്തിയെ. അവരും എന്താണ് പ്രകൃതിയുടെ ഈ മാറ്റങ്ങൾ അവരിലും സ്നേഹഭാവങ്ങൾ പ്രേമഭാവങ്ങൾ ഉടലെടുക്കുന്നു. വിവശ് കർദേത്തി ഹെ. പക്ഷിയോമേ ദോനോം ഏക് ദൂസരയ്ക്ക് പ്രതി ആകർഷിത് ഹോത്തി. പശുപക്ഷികൾ അതായത് ആനിമൽസും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ മനുഷ്യരിൽ വ്യത്യാസമുണ്ടാക്കുന്നത് പോലെ ആനിമൽസിലും വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് കവി പറയുന്നത്. മനസ്സിൽ പ്രേമഭാവങ്ങൾ രൂപപ്പെടുത്തുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മനുഷ്യക്കോ പ്രകൃതി കിസ് രൂപമേ ആന്തോളിത് കർത്തി ഹെ അപ്പനെ ശബ്ദം കെ ലിഖിയെ. ഇനി മനുഷ്യനെ നമ്മൾ നേരത്തെ വായിച്ചതും പ്രകൃതി ആനിമൽസിനെ എങ്ങനെയാണ് ആകർഷിക്കുന്നത് എന്നാണ്. ഇതിപ്പോൾ മനുഷ്യനെ എങ്ങനെയാണ് പ്രകൃതി ആകർഷിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. മനുഷ്യക്കോ പ്രകൃതി അനേക രൂപമേ ആന്തോളിത് കർത്തി ഹെ. പല രൂപത്തിലും മനുഷ്യനെ പ്രകൃതി ആകർഷിക്കപ്പെടുന്നുണ്ട്. ഉസ്കെ സ്വച്ഛ വാതാവരൺ മേ ബി ഉസെ പ്രഭാവിത് കർത്തി ഹെ. അല്ലേ, നമ്മൾക്ക് ഒരു ശുദ്ധമായ അറ്റ്മോസ്ഫിയർ, അതായത് നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തോരം സുഖം കിട്ടുന്നു. അതാണ് പ്രകൃതി നമ്മളുടെ മനസ്സിനെ ആകർഷിക്കുന്നു എന്ന് പറയുന്നത്. പ്രകൃതിക്ക് സംഗീതമയ വാതാവരൺ ന കേവൽ മനുഷ്യോക്കോ നഹി അഭിത് ഉസെ ഗുൻഗുനാനെ കെ ലിയെ ബി പ്രേരിത് കർത്തി ഹെ. ആ പ്രകൃതിയിലുണ്ടാവുന്ന സംഗീതമയ വാതാവരണം, അതായത് പക്ഷികളുടെ കരച്ചിലുകളും വെള്ളം ഒഴുകുന്ന സൗണ്ടുകൾ, ഇതെല്ലാം മനുഷ്യനെ വളരെയധികം ആകർഷിക്കുന്നു. പ്രകൃതി കെ യ മധുരത കെ കാരൺ ഹി പ്രേമി കെ മന്മേ പ്രേമോപടനെ ലക്താഹി. അപ്പോൾ പ്രകൃതിയിലുണ്ടാകുന്ന ഈ മാറ്റങ്ങളാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവസ്ഥയിൽ മനുഷ്യൻ്റെ മനസ്സിലും പരസ്പരം സ്നേഹം ബന്ധങ്ങൾ ഉടലെടുക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സെവൻത്ത് ക്വസ്റ്റ്യൻ എന്താണ്? സവി കുച്ച് ഗീത് ഹെ അഗീത് ഹെ കുച്ച് നഹി ഹോത്ത കുച്ച് അഗീത് ബി ഹോത്ത ഹെ ക്യാ സ്പഷ്ട കീജിയെ. അതായത് എല്ലാ പാട്ടുകളും സവി കുച്ച് ഗീത് ഹെ, എല്ലാം പാട്ടുകളാണ്, അതുപോലെ തന്നെ എന്താണ് അഗീതാണ്, പാട്ടല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമാക്കാനാണ് പറയുന്നത്. ഗീത് അഗീത് കാ സംബന്ധം മന്മേ ഉടനെ വാലെ ഭാവം സെ ഹെ. പാട്ടായാലും അല്ലെങ്കിൽ പാട്ട് സൗണ്ടില്ലാത്ത ആ പാട്ടായാലും എല്ലാം എന്താണ് മനസ്സിൽ നിന്ന് ഉടലെടുക്കുന്ന ഭാവങ്ങളിൽ ആശ്രയിച്ചിരിക്കും. ദോനോമേ ദോട അന്തർ ഹോത്തായി, ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ. മൻകെ ഭാവം കോ ജബ് സ്വർമിൽ ജാത്തേത്തോ വ ഗീത്, അതായത് മനസ്സിലെ ഭാവങ്ങൾക്ക് സൗണ്ട് കിട്ടുകയാണെങ്കിൽ എന്താണ് അത് പാട്ട്.
അവർ ഭാവ് സ്വരഹീൻ ഹോ ജായേത്തോ, ഇനി ഭാവങ്ങൾ സ്വരം ഇല്ലാണ്ടായിരുന്നെങ്കിലോ അത് അഗീത്. അതായത് മനസ്സിലെ ഭാവങ്ങൾ സൗണ്ട് ഉണ്ടെങ്കിൽ അത് സ്വരങ്ങളായിട്ട് അത് പാട്ടായിട്ട് വരും. ഇനി സൗണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഭാവങ്ങൾ മനസ്സിൽ തന്നെ നിന്ന് അതൊരു അഗീതമായി മാറുന്നു. ആശയ യഹ് ഹേ കി ഗീത് കോ അഭിവ്യക്ത് കർണേ കാ അവസർ മിൽത്താ ഹേ തോ വ അഗീത് ഹേ. എന്താണ് കറക്റ്റായിട്ട് ആശയം? പാട്ട് വ്യക്തമാക്കാൻ പറ്റുന്ന അവസരം കിട്ടുകയാണെങ്കിൽ അത് ഗീതും. ലേക്കിൻ ജിസ് ഭാവക്കോ അഭിവ്യക്ത് കർണേക്ക് അവസർ നാം ഇല്ലാത്തോ വ അഗീത് ഹേ. ഇനി ആ പാട്ടുകൾ വ്യക്തമാക്കാനായിട്ടുള്ള അവസരങ്ങൾ കിട്ടിയില്ലെങ്കിൽ അത് അഗീതമാണ്. ഗീത് അഗീതയ്ക്ക് കേന്ദ്രീയ ഭാവക്കോ ലിഖിയെ. ഇനി എന്താണ് ആ കേന്ദ്രീയ ഭാവങ്ങൾ? ഗീത് അഗീത് का केंद्रीय भाव है प्रेम और प्राकृतिक സൗന്ദര്യവും का ചിത്രൻ. പാട്ടും അതുപോലെ തന്നെ പുറത്തു വരാത്ത സൗണ്ട് ഇല്ലാത്ത പാട്ടിൻ്റെ കേന്ദ്രീയ ഭാവം എന്താണ്? പ്രേമവും അതുപോലെ തന്നെ പ്രാകൃതിക സ്നേഹവും പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ആ ഒരു കോമ്പിനേഷനാണ്. ഇൻമേ നദി, അതിലെന്തൊക്കെ വരും? നദി വരും, ഗുലാബ് വരും, റോസാപ്പൂ വരും. और किनारों के माध्यम से प्राकृतिक सौंदर्य, शुगी शुगी के माध्यम से जीव जंतुओं में प्रेम भाव तथा राधा के माध्यम से മാനവീയ രാഗ ചിത്രം കിയാ ഗയാ ഹെ. അതായത് ശുഗ് നമ്മൾ ആ ചാപ്റ്ററിലെല്ലാം പഠിച്ചിട്ടുണ്ട്. നദി, പിന്നെ ഗുലാബ്, കിനാരെ മാധ്യം സെ പ്രാകൃതിക്, ആ നദിയുടെ തീരത്തുള്ള പ്രകൃതി സൗന്ദര്യങ്ങൾ, പിന്നെ തത്തയുടെ തമ്മിലുള്ള സ്നേഹങ്ങൾ, പ്രേമി പ്രേമിക, അത് രാധാക്കെ മാധ്യം സെ എന്ന് പറഞ്ഞാൽ പ്രേമത്തിൻ്റെ സിമ്പിളായിട്ട് കാണുന്നത് ആരെയാണ്? രാധാകൃഷ്ണനാണ്. അതാണ് അവിടെ ഉപമിച്ചിരിക്കുന്നത്. ഇനി എന്താണ്? സന്ദർഭ സഹിത വാക്യ കീജിയെ. अपने पतझर के सपनों का मैं भी जग को गीत सुनाता. प्रस्तुत पद्यांश प्रसिद्ध कवि रामधारी सिंह दिनकर द्वारा रचित गीत अगीत नामक कविता में से ली गई है. इस कविता में उन्होंने गीत और मन जैसे अनुभूति की തുലന करते हुए दोनों को सुंदर बताया है. അപ്പോൾ ഈ പദ്യം എഴുതിയതാരാണ്? രാമധാരി സിംഗ് ദിൻകർ. അദ്ദേഹം എഴുതിയ ഗീത് അഗീത് എന്ന പേരുള്ള കവിതയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഈ കവിതയിൽ ഉന്നോനെ അദ്ദേഹം ഗീത് और മൗന സെ, പാട്ടും അതുപോലെ തന്നെ മൗനമായിട്ട് പാടുന്ന ആ പാട്ടിൻ്റെ അനുഭൂതിയെ രണ്ടും കൂടി ഈ എന്താണ് തുലന എന്ന് പറഞ്ഞാൽ താരതമ്യം ചെയ്തിട്ട് അതിനെ ഭംഗിയാണ് പറയുന്നത്. इनी वाक्य എന്താണ്? इस पद्यांश में नदी के किनारे गड़ा गुलाब मन ही मन सोचता है कि यदि ईश्वर मुझे वाणी का वरदान देता तो मैं संसार को अपने मन की सपना गीत गाकर सुना देती. അപ്പോൾ ഇതിൽ വാക്യം എന്താണ്? പദ്യാംശം. ഈ പദ്യത്തിൽ നദിയുടെ തീരത്ത് നിൽക്കുന്ന ഗുലാബ്, റോസാപ്പൂ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഈശ്വരൻ എനിക്ക് വാണിക്ക വരദാൻ ദേത്താത്തോ, എനിക്ക് സൗണ്ട് തന്നിരുന്നെങ്കിൽ ഞാനും ഈ ലോകത്തിന് എൻ്റെ മനസ്സിലുള്ള സ്വപ്നങ്ങൾ പാട്ടായിട്ട് കേൾപ്പിച്ചേനെന്ന്. ഗാത്ത ശുഗ്. അടുത്ത എന്താണ്? ഗാത്ത ശുഗ് ജബ് കിരൺ വസന്തി ചൂത്തി അങ്ക് പണുയെ സെ ചൻകർ. അപ്പോൾ പ്രസ്തുത पंक्ति में कवि रामधारी सिंह दिनकर कहता है कि जब सूरज की मनमोहक किरणें वृक्ष के पत्तों से चने चनकर शुग के तन का स्पर्श करती है तो वह प्रसन्न होकर गाने लगता है എന്ന്. അപ്പോൾ നിങ്ങൾ ഭാവാർത്ഥം എഴുതുമ്പോൾ ആ ഫസ്റ്റ് ഭാവാർത്ഥത്തിൻ്റെ ആ ഫസ്റ്റ് പാരഗ്രാഫ് എല്ലാത്തിലും എഴുതണം. പ്രസ്തുത പങ്ക്തിയോമ. ഈ പങ്ക്തികളിൽ കവി രാമധാരി സിംഗ് എന്താണ് പറയുന്നത്? സൂരജിൻ്റെ ആ കിരണങ്ങൾ വൃക്ഷങ്ങളുടെ ലീഫിൽ ഇങ്ങനെ തട്ടുമ്പോൾ അത് ശുഗിൻ്റെ മനസ്സിനെ എന്താണ് ശരീരത്തെ സ്പർശിക്കുമ്പോൾ വളരെയധികം സന്തോഷവാനായിട്ട് അവൻ പാട്ട് പാടാൻ തുടങ്ങുന്നു എന്നാണ് പറയുന്നത്. കുയിനാക്യോമേ കടി. നെക്സ്റ്റ് കുയിനാക്യോമേ കടി ഗീത് കി ബിദന യോ മൻമേ ഗുൺതി ഹേ. അതിൻ്റെ എന്താണ്? ഫസ്റ്റ് പാരഗ്രാഫ് നിങ്ങൾ ഫസ്റ്റ് ചന്തത്തിൽ തന്നെ എഴുതുക. മുക്ത പ്രേമിക മൻഹി മൻ യോ സോക്തി ഹേക്ക്. അതായത് ആ പ്രേമികയുടെ പാട്ട് കേട്ട് പ്രേമിക എന്താണ് ആലോചിക്കുന്നത്? ഹേ വിധാത, ഹേ ഈശ്വര, കാശ് മേ ബി ഇസ് ആനന്ദമയ ഗീതിക്കിയൊക്കെ പങ്ക്തി ബൻകർ. പറയാണ്, ഞാനും ഈ പാട്ടിൻ്റെ ഒരു വരിയായിരുന്നെങ്കിൽ അതിൽ അലിഞ്ഞ് ചേർന്ന് പോയാനെ. ലീന് ഹോ ജാത്തി മേ പ്രേമിക്കെ പ്രേമ പരെ ഭാവമേ ഖോദ് എന്ന ചാത്താവും. എന്താണ്? ഞാൻ ആ പ്രേമിയുടെ ആ സ്നേഹത്തോടുള്ള ആ ഭാവങ്ങളിൽ അല്ലെങ്കിൽ ആ വരികളിൽ ഖോദേന ചാത്താഹു എന്ന് പറഞ്ഞാൽ ലയിച്ചു തരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ ഈ ചന്തിൽ പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. താങ്ക് യു.